അഭിലാഷേ, ഈ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ സാധാരണ ജനത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അതെന്ത് ആയിരിക്കും? വില കൂടുക, വില കുറയുക എന്ന കാര്യത്തിൽ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും. ഇപ്പൊ വില കൂടൽ, വില കുറയലാണ് പരമ്പരാഗതമായി ബജറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ GST നിലവിൽ വന്നതിന് ശേഷം ബജറ്റിൽ ടാക്സേഷനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു ബജറ്റ് വന്നാൽ പിറ്റേന്ന് പത്രങ്ങളുടെ ഏറ്റവും ഒന്നാമത്തെ പേജിലെ വില കുറയുന്നവ, വില കൂടുന്നവ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സംസ്ഥാനത്തിന് ടാക്സ് ചെയ്യാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വില കൂടലും വില കുറയലും പഴയതുപോലെയല്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് കുറച്ച് ആളുകളോട് കൂടി നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുകയാണ്. എന്താണൊരു പ്രതീക്ഷ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ പറയാൻ? പ്രതീക്ഷ മദ്യത്തിന് വില കൂടും, പിന്നെ അത് ഉറപ്പാണല്ലേ. പിന്നെ കൂടുതൽ ലോട്ടറി അടിക്കാൻ നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അതല്ലാതെ ഇപ്പം ഇവിടെ പുതിയ ഇൻഡസ്ട്രി കൊണ്ടുവരാനോ ഒക്കെ ഒരു ശ്രമം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് കേരളം പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല, ഇവിടെ ഇൻഡസ്ട്രി കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നില്ലാത്തതാണോ, അതോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്ന് ലാൻഡിന്റെ പ്രശ്നമുണ്ട്, ഇനിയിപ്പോൾ അഥവാ ലാൻഡ് കിട്ടിയാൽ തന്നെ മറ്റ് പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവും. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതിന്റെ പ്രശ്നം? ലാൻഡ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഞാൻ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർവൻ്റ് ആയിരുന്നു. ഐ വാസ് അഡ്വൈസർ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഞാൻ ഇവിടെയാണ് റിട്ടയർ ചെയ്തത്, തിരുവനന്തപുരത്തെത്തി. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഞാൻ നോർത്ത് ഈസ്റ്റേൺ ഡെവലപ്മെൻറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, മിനിസ്ട്രി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ. അപ്പോൾ ഇത് സ്ഥലമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ആദ്യം മാറ്റേണ്ടത് ഇവിടെ ഒരു വ്യാവസായിക വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ, ഒരു എൻവയോൺമെന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇപ്പോൾ നീതി ആയോഗിന്റെ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്താണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. ഇവിടെ എന്ത് ബിസിനസ്സാണ് ഉള്ളത് ഏതാണെന്ന് പറയൂ. നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു പയ്യൻ 5 മാർക്ക് മേടിച്ചുകൊണ്ടിരുന്നു 10 മാർക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഇൻക്രീസ് എന്ന് പറയാം. ഇതുപോലെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കും. ഏത് മെയിൻ ഇൻഡസ്ട്രിയലിസ്റ്റ് എവിടെ ഉള്ളത്? ഏത് ഇൻഡസ്ട്രി എവിടെ? ഒരു പ്രൈവറ്റ് സെക്ടറിൽ ആരാ ഉള്ളത് ഇവിടെ? നത്തിങ്. നിങ്ങൾ ഈ ഇപ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് ഈ കേരളത്തെക്കുറിച്ചുള്ളൊരു നെഗറ്റീവ് കൺഫ്യൂഷൻ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് മാറ്റിയെടുക്കാതെ യു കൺ ഡു എനിത്തിങ്. ഇപ്പം തന്നെ നമ്മുടെ വ്യവസായ മന്ത്രി ഇവിടെ ഡാവോസിൽ പോയി. ഡാവോസിൽ പോയിട്ട് ആരെയാണ് കണ്ടേ? ഹെയ്നിക്കൻ ബിയർ ഉണ്ടാക്കുന്ന കമ്പനിക്കാരനെ കണ്ടേ? ഏതെങ്കിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ആരെയും കണ്ടോ? വേറെ മറ്റെന്തെങ്കിലും AI കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മേജർ ഇൻഡസ്ട്രി ആരെയും കണ്ടില്ല. ഹെയ്നിക്കനുമായിട്ട് ചർച്ച നടത്തിയിട്ട് തിരിച്ചു വന്നു. നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞാൽ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് കേരളം പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പരമ്പരാഗതമായി തന്നെ കേരളം ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അല്ല. ഇൻഡസ്ട്രീസ് ഇവിടെ വളരെ കുറവാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ വ്യവസായ വളർച്ചയുടെ പ്രശ്നവും നിലനിൽക്കുന്നു. എന്തെങ്കിലും ഇനി പുതുതായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ശരിക്കും എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് കുറച്ചും കൂടി ശക്തമാക്കാൻ പറ്റും. ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഹോൾഡിങ്സ് ആയിട്ട് ചെയ്യുകയാണ്. പണ്ടൊരു കൂട്ടുകൃഷി സമ്പ്രദായം വന്നത് അതിനൊരു വ്യാവസായിക ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ബലം കൊടുക്കുകയാണെങ്കിൽ, അത് ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻഡസ്ട്രി ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ആണെങ്കിൽ അതൊരു ഭയങ്കര നേട്ടം നമുക്ക് സാധിക്കും. കാര്യം വളരെയധികം നമ്മുടെ സ്ഥലങ്ങൾ തരിശായിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇന്ന് ആളുകൾ സ്ഥലം ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ തന്നെ പഠിക്കുന്നത് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ കുടികിടപ്പൊന്ന് അവകാശം വരുമോ, മറ്റേത് വരുമോ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലായി പോകുമോ എന്നുള്ളൊരു പേടി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് മാറ്റാൻ വേണ്ടി സർക്കാരിൻ്റെ തന്നെ ഒരു നല്ല സംരക്ഷണത്തോടു കൂടി, നല്ലൊരു ഉറപ്പോടു കൂടി ഇത് കൃഷിക്ക് വിട്ടുകൊടുക്കാം, ഇതിങ്ങനെ എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ ഇതിൽ കൊണ്ടുവരികയും ലാൻഡ് ഇല്ലാത്ത ആളുകളായിരിക്കും അവർക്ക് ലാൻഡ് നമ്മൾ ഇവിടെ ലാൻഡ് ബാങ്ക് വഴി ഇവിടെ അവൈലബിൾ ആക്കുകയും ചെയ്യുക. ഒപ്പം ഈ ലാൻഡിൻ്റെ ഉടമസ്ഥർക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു നല്ല ഉറപ്പ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ലാൻഡിൽ നമുക്ക് ഭയങ്കര ഇൻറ്റൻസീവ് കൃഷി കൂട്ടാൻ സാധിക്കും. കാര്യം നമുക്ക് 44 നദികളായാലും നമ്മുടെ കേരളം വളരെ സമ്പന്നമാണ്. ഇപ്പം തമിഴ്നാട്ടിൽ ഇത്ര പോലും വെള്ളം കിട്ടാത്തയിടത്ത് അവർ എന്തൊരു ഗംഭീരമായിട്ട് നടത്തുന്നു. ഇവിടെ നിന്ന് വെള്ളം അടിയിൽ കൂടെ ടണൽ വഴിയൊക്കെ കൊണ്ടുപോയിട്ടും അങ്ങനെ എടുത്തിട്ടൊക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത്. വെറസ് we are happy and we are very much satisfied with the അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരുടെ എല്ലാവരുടെയും DA കുടിശ്ശികകളൊക്കെ കണ്ടമാനം കിടക്കുകയാണ്. അതുപോലെ പെൻഷൻ പരിഷ്കരണം അത് വരേണ്ട സമയം കഴിഞ്ഞു.
അപ്പോൾ അതെല്ലാം അങ്ങനെ ബാക്കായിട്ട് ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് കൊടുത്തേക്കും തോന്നുന്നു. ഒരു DA കൊടുത്തോണ്ടൊന്നും ആവില്ല. നമ്മുടെ ഇതും ഇപ്പോൾ നമ്മൾ ബാക്കി കേന്ദ്രത്തിൽ കൊടുക്കുന്ന DAയും നമ്മളെ ഇതൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരുടെ സംതൃപ്തിയും കൂടിയാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എങ്ങനെ തൃപ്തിയുണ്ടോ അതല്ലേ ഒരു സന്തോഷം ഉണ്ടാവണം. ദെൻ ഹാപ്പിനെസ് ഷുഡ് ബി ഡിറൈവ്ഡ് ഫ്രം ദ സർവീസ്. അപ്പോൾ അതിന് ഇതൊരു ബലമാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും കറക്റ്റായിട്ടുള്ള DA കൊടുക്കുമ്പോൾ നമ്മൾ അതിന് പിന്നിലാണ്. മിക്കവാറും അത് ചെയ്യാൻ ഒന്ന് തുരിഞ്ഞേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷയുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ടോൾ എന്നുള്ളതാണ് സർക്കാർ കൂടുതൽ റവന്യൂവിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിൽ ഇഷ്ടംപോലെ റോഡുണ്ട്. കിഫ്ബി വഴി ഉണ്ടാക്കുന്ന റോഡൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നന്നാവും. എന്ത് തോന്നുന്നു? അത് ഓൾറെഡി എക്സ്പെരിമെന്റ് ചെയ്തതാണല്ലോ. കൊച്ചിയിൽ 1982 ഉണ്ടാക്കിയ ഒരു റോഡ് ഇപ്പോഴും ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും തോന്നുന്നത്. ഇടക്കാലത്ത് നിർത്തി. ഓക്കെ, അത് ഇതൊക്കെ ഒരു ബിസിനസ് മോഡലായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യണം. പിന്നെ സാറ് പറഞ്ഞ FPO, ഇത് ഫാർമർ കമ്പനികൾ. ഞാൻ അഗ്രികൾച്ചർ മിനിസ്ട്രിയിൽ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്താണ് ആ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ FPOs 10,000 FPO സ്കീം കൊണ്ടുവന്നത്. അതിനകത്ത് ഈ ഓരോ FPOയ്ക്കും ഭയങ്കരമായിട്ട് പൈസ കിട്ടണം. ഒരു 18 ലക്ഷം രൂപ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, 15 ലക്ഷം രൂപ ഇക്വിറ്റി ഗ്രാൻഡ്, 2 കോടി രൂപയുടെ കൊളാറ്ററൽ ഫ്രീ ലോൺസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ 7,000 കോടി രൂപയുടെ വലിയ സ്കീം ഉണ്ടാക്കി. ഇതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ 152 FPO ആണ് കേരളത്തിന് വേണ്ടി അലോട്ട് ചെയ്തത്. ഇന്ന് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയതുകൊണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പല മീറ്റിങ്ങുകൾക്ക് പോകാറുണ്ട്. പക്ഷേ ഒരിടത്തൊന്നും നടക്കുന്നില്ല. കാരണം ഈ കൃഷി എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും സ്റ്റേറ്റിൻ്റെ ആക്റ്റീവ് സപ്പോർട്ടില്ലാതെ ഇതൊന്നും മുന്നോട്ട് പോകത്തില്ല. ഓക്കെ, ഞാൻ പലയിടത്തും സംസാരിച്ചപ്പോൾ അതൊന്നും വളരെ കൃത്യമായിട്ട് ഇവർ പലപ്പോഴും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടൊന്നും അവരൊന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഈ ഒരു ലെഥാർജി മാറ്റിയെടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുന്നോട്ട്. നമ്മൾ വെറുതെ സംസാരിച്ചിട്ടൊരു കാര്യമില്ല. എന്തെങ്കിലും യു ഡു സംതിങ്, യു ഇംപ്ലിമെന്റ് സംതിങ്. ഓക്കെ, മനസ്സിലായോ? എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. തീർച്ചയായിട്ടും. വളരെ നന്ദി രണ്ടുപേർക്കും. താങ്ക് യു.